അടുത്തത് വൃശ്ചികക്കൂറാണ്, സ്കോർപ്പിയോ എന്നാണ് അതിനെ പറയുക. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനീഴവും തൃക്കേട്ടയും ചേർന്ന അതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ മാനസികമായിട്ടും ഒക്കെ ചില മാറ്റങ്ങൾ അനുഭവപ്പെടും. അത് അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴം ജൂൺ 2-ന് 9-ാം ഭാവത്തിലേക്ക്, ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്ന ചില ഫെയിലിയേഴ്സ് അഥവാ അവർക്ക് കരിയറിലോ മറ്റ് അവരുടേതായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ജോലി ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില ദുരിതങ്ങൾക്കൊക്കെ ഒരു അറുതിയുണ്ടാകാനുള്ള ഒരു സമയമാണ്. പല അനിശ്ചിതത്വങ്ങളും ഒരു ക്ലാരിറ്റി ഉണ്ടാകും. അത് ഭംഗിയായിട്ട് തീരും വ്യാഴത്തിൻ്റെ ഈ അനുകൂലമായ മാറ്റം കൊണ്ട്. ചില കൺഫ്യൂഷൻസും ഒക്കെ അവരുടെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ പഠിത്തമുള്ളവർക്ക് പ്രത്യേകിച്ച് ഗവേഷണ കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഡയറക്ഷനിലേക്ക്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് കാര്യങ്ങൾ വരുന്നതായിട്ട് കാണാവുന്നതാണ്. ആഴ്ചയുടെ അവസാന ഭാവത്തിലേക്ക് ഒരു അൺസർട്ടനിറ്റി ഒക്കെ അവർക്ക് മാറിക്കിട്ടും. ജോലി രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതായിട്ട് അഥവാ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഈ ആഴ്ച അതൊക്കെ പരിഹരിക്കപ്പെടും. അത് ഒരു സുതാര്യമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് കാണാം. ഇവർക്ക് ധനപരമായിട്ട് അത്ര അനുകൂലമല്ല. സ്പെക്കുലേറ്റീവ് ബിസിനസ്സോ അല്ലെങ്കിൽ പണം വെച്ചുകൊണ്ടുള്ള ബിസിനസ്സുകൾ, ഗോൾഡ് കൊണ്ടുള്ള ബിസിനസ് അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് സ്പെക്കുലേറ്റീവ് ബിസിനസ് ചെയ്യുന്നവർ അത്ര അനുകൂലമല്ല. അത് കാര്യം ചില നഷ്ടങ്ങൾ ആദ്യകാലത്തുണ്ടാകുമെങ്കിലും അത് പിന്നീട് ലാഭത്തിലേക്ക് വരും. കുറച്ച് കാലം ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് ലാഭത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. അതുകൊണ്ടത് സൂക്ഷിച്ച് ചെയ്യണം. ഈ ഷോർട്ട് ടൈം നഷ്ടങ്ങൾ വരാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതാണ് ഇവിടെ പറയേണ്ടതായിട്ട് വരുന്നത്. കുടുംബജീവിതത്തിൽ പൊതുവെ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാം. മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റ് കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. കുറച്ച് സമ്മർദ്ദങ്ങളുമൊക്കെ ആഴ്ചയുടെ ആദ്യ ഭാവത്തിൽ വരും എന്നുള്ളതേ കാണുന്നുള്ളൂ. ഇവർക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാട് നടത്തുന്നതോ കുജശാന്തി ചെയ്യുന്നതോ ഒക്കെ വളരെ നല്ലതാണ്. അത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 6 പ്രദക്ഷിണം ചെയ്ത് അകത്ത് ചെന്ന് വേലായുധ സ്വാമിക്ക് പഞ്ചാമൃതം അഭിഷേകം നടത്തുക, ഇതൊക്കെയാണ് വഴിപാടായിട്ട് പറയാവുന്നത്.